അപ്പോൾ വീണ്ടും ഒരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് UAE ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ലൈസൻസ് എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോസ്, പാർക്കുകളുടെ വീഡിയോസ്, ഈവനിങ് സ്പോട്ടുകളുടെ വീഡിയോസ്, അങ്ങനെ എന്ത് വേണ്ട ഡെയിലി ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസ്. പക്ഷെ എല്ലാത്തിനും പ്രശ്നം എന്താണെന്നറിയോ? സൗണ്ട് ക്ലാരിറ്റി വളരെ കുറവാണ്. മിക്ക ആളുകളും ഒന്നെങ്കിൽ ക്യാമറയിലെ മൈക്ക് അല്ലെങ്കിൽ മൊബൈലിലെ മൈക്ക്. പിന്നെ ഇപ്പോൾ വിപണിയിൽ ചെറിയ ബട്ടൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികളുടെ മൈക്ക് ഇറങ്ങുന്നുണ്ട്. ഞാൻ 1-2 ഉപയോഗിച്ചത്, പക്ഷെ ഒന്നിൽ പോലും ഞാൻ 100% സാറ്റിസ്ഫൈഡേ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കുറേ റിവ്യൂ നോക്കിയിട്ട് ഒരു ചെറിയ സാധനം ബട്ടൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ബട്ടൺ തന്നെ, അല്ലാതെ സാധാരണ ബട്ടൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ₹1 വലുപ്പത്തിലുള്ള മൈക്കൊക്കെ കൊടുത്താൽ നമ്മൾ എങ്ങനെയാണത് ശരിയാവുക അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് DJIയുടെ ഒരു മിനി ട്രാൻസ്മിറ്റർ മൈക്ക് വൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അൺബോക്സിങ്, അതിൻ്റെ ഫുൾ റിവ്യൂ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതെങ്ങനെ യൂസ് ചെയ്താൽ കിട്ടുന്ന അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണ്, മറ്റ് മൈക്കുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വ്ളോഗറാണെങ്കിൽ, നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഗാർഡനിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഡെയിലി ആക്ടിവിറ്റീസ് വീഡിയോ ആക്കി ഇടുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മൈക്ക് ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. കാരണം നമുക്കറിയാലോ ഏതൊക്കെയാണ്, എങ്ങനത്തെ തരത്തിലുള്ള മൈക്കുകളാണ് ഇപ്പോൾ വിപണിയിലുള്ളതെന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒട്ടും സമയം കളാതെ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടി. അപ്പോൾ ഷറഫ് DG എന്നാണ് പഴയ പോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രീ സ്റ്റൈൽ മിനി പ്രൊജക്ടറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അവരെടുത്ത് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതും വാങ്ങിയിട്ടുള്ളത്. ഷറഫ് DG എന്ന് ഇതാകുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ 1 വർഷം അവർ ഇതിന് വാറണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മളിതിൻ്റെ കുപ്പായം എന്ത് ചെയ്യാണ്, മെല്ലെ അയക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുന്നു, ഇതെടുക്കുന്നു, പുറത്തേക്ക് എടുക്കുന്നു. ഒന്നുമില്ല, ചെറിയൊരു ബോക്സ്, വളരെ നന്നായിട്ട് നമ്മളെ ഹെഡ്സെറ്റൊക്കെ വരുന്നത് പോലുള്ള വളരെ ചെറിയൊരു ബോക്സ്. ഇതിൻ്റെ പിൻഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഓപ്പണിംഗ് പോർട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഇത് ഓപ്പൺ ചെയ്യുന്ന പരിപാടി. പിന്നെ ഇതിൻ്റെ പിൻഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ആവുന്നില്ല. ഇതാ എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്നാ, ഇത് മൈക്ക്, പിന്നെ അതുപോലെ ചാർജിങ് ഡോക്ക്, പിന്നെ അതുപോലെ ഇതാ വിൻഡ് സ്ക്രീന്, പിന്നെ അതുപോലെ പൗച്ച്, ചാർജിങ് കേബിള്, പിന്നെ അതുപോലെ പിന്നെന്താണ് ക്ലിപ്പ്, മാഗ്നറ്റിക് ക്ലിപ്പ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിലുള്ളത്. പിന്നെ അതിൻ്റെ മറ്റുള്ള ഏതൊക്കെ സ്പെക്കാണെന്നും ഏതൊക്കെ കമ്പനി മെയ്ഡാണെന്നുള്ളതൊക്കെ ഇതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബോക്സ് തുറക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ അല്ലേ. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല ലസുക്കൊക്കെ ഉണ്ട്, നല്ല പശയൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വാ, അടിപൊളി. കണ്ടില്ല നിങ്ങൾ പൗച്ച്? ഈ പൗച്ച് നല്ല സോഫ്റ്റാണ്, നല്ല ഈസി ക്യാരിയിങ് ആണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൗച്ചാട്ടോ. നമ്മളെ ചെറിയ ഹാൻഡ് ബാഗിൽ പോക്കറ്റിൽ വരെ നമുക്കിത് വെക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലേ ഉള്ളൂ. ഈ പൗച്ചിൽ എപ്പോഴും സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക, കാരണം മൈക്കിന് സ്ക്രാച്ചും വരകളൊന്നും വരാതിരിക്കാൻ. ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെ ഉള്ളതെന്നുള്ളത്. തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാ ഒരു USB/C ചാർജിങ് കേബിൾ ഉണ്ട്. ഓക്കെ, പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതാണ് വിൻ കട്ടിങ് സ്ക്രീന്. ഓക്കെ, ഇത് 2 കളറിൽ 2 ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്ക് ആൻഡ് ഗ്രേ. നമുക്ക് നല്ല കാറ്റും നല്ല നോയ്സൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2. ഓക്കെ, പിന്നെ അടുത്തത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ചാർജിങ് ഡോക്ക്. കണ്ടില്ല നിങ്ങൾ? ഇതിൻ്റെ അടിപൊളി C ടൈപ്പ് ഇവിടെ കൊടുക്കുന്നു. ഇതിൽ മൈക്ക് ഇറക്കി വെക്കുന്നു, ചാർജിങ് ഡോക്ക്. ഓക്കെ, വളരെ സിമ്പിൾ. എത്ര ചെറുതാണ് നോക്കി നിങ്ങൾ, എന്തോ രസമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നതിലുള്ളത്. ഇനി അടുത്തത് എന്താ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ മൈക്ക്. ഓക്കെ, വളരെ സിമ്പിളായിട്ട്, വളരെ ചെറുതായിട്ട്, മറ്റേ ഹോളി ലാൻഡിൻ്റെ ഒന്നും പോലെ വലിയതല്ല, വളരെ സിമ്പിൾ. ഇതൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലും ഹുക്ക് ചെയ്ത് വെച്ചാൽ അറിയാൻ പറ്റും. അതിൻ്റെ
ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളും വെൻറ്റിലേറ്ററും കാര്യങ്ങളും 2 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ. ഇതൊന്ന് ഓൺ ആകുമ്പോഴും കത്തും, ഇതൊന്ന് ഓഫായി കിടക്കുമ്പോഴും കത്തും. ഓക്കെ, ഒരു 15 മിനിറ്റ് ഓഫായി കിടന്ന് 15 മിനിറ്റ് ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആയിട്ട് പോകും. പിന്നെ അതുപോലെ ലിങ്ക് ബട്ടണുണ്ട്, ഒരു പവർ ബട്ടണുണ്ട്. ഓക്കെ, പിന്നെ ഇത് ചാർജിങ്ങിൻ്റെ പിന്നാണ്, ഏരിയയാണ്. പിന്നെ അതുപോലെ മാഗ്നറ്റിക് ബട്ടൺ. ഈ ബട്ടണ് നമുക്കറിയാലോ, ഇതിങ്ങനെ ഷർട്ടിൻ്റെ പിന്നിൽ, ഇത് ഷർട്ടിൻ്റെ മുന്നിൽ. ഓക്കെ, പിന്നെ അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊളത്തി വെക്കാൻ, ഇങ്ങനെ കൊളത്തി വെക്കാനും പറ്റും കണ്ടോ ഷർട്ടിലൊക്കെ. അപ്പോൾ കുത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അറിയാൻ പോലും പറ്റൂല അല്ലേ, അത്രയും ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്, നല്ല പവറുള്ള മാഗ്നറ്റിക് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സിലുള്ളത്. അപ്പോൾ പൗച്ചുണ്ട്, മൈക്ക്, കേബിള്, പിന്നെ അതുപോലെ ഡോക്ക്, പിന്നെ അതുപോലെ 2 വിൻഡ്ഷീൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇനി നമ്മളിതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇത് കണക്ട് ചെയ്തിട്ടുള്ള വോയിസ് ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി മൈക്കിൽ, അതായത് മൊബൈലിലെ മൈക്കിലാണ് ഇപ്പോൾ എൻ്റെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ പിന്നെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക മൊബൈലെ. ഇതിൻ്റെ ഈ ലിങ്ക് ബട്ടൺ ഉണ്ടല്ലോ, ഈ ലിങ്ക് ബട്ടൺ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൊബൈലിൽ ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൊബൈലിൽ ബ്ലൂടൂത്തും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത് കാണിക്കും. ജസ്റ്റ് പ്രസ് ചെയ്യുക, കണക്റ്റ് ആവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ കണക്ഷൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതാ തൊപ്പിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഒരു വിൻഡ് ഷീൽഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ഈ മൈക്കിലാണ്. ഓക്കെ, അപ്പോൾ അതിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, പിന്നെ ഇത് എത്രത്തോളം പിന്നെ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് തന്നെ പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പിന്നെ വോയിസ് ചെക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ചാർജിങ് പോർട്ടിലല്ല ഉള്ളത്, അതിന് ചാർജിങ് ഡോക്കിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതാ 11 മണിക്കൂർ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫുൾ ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 11 മണിക്കൂർ ഈ മൈക്ക് മാത്രം നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഫീച്ചർ അതാണ്. സാധാരണ മൈക്കുകൾ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു മൈക്ക് എന്ന് പറഞ്ഞാൽ അത് 6-7 മണിക്കൂറാണ് കിട്ടുന്നത് മാക്സിമം പോയാൽ. പിന്നെ അതുപോലെ ഇതിൻ്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇത് നമുക്ക് 5 ലെവലിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും കൂട്ടാനും കുറക്കാനും പറ്റും. മീൻസ് ഏറ്റവും കുറഞ്ഞ വോളിയത്തിൽ സംസാരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കിച്ചണിൽ എന്തെങ്കിലും പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ സംസാരം റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒരു 5-6 മീറ്റർ ദൂരെയാണെങ്കിൽ ആ വോളിയം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ അപ്പായിട്ട് കിട്ടും. ഓക്കെ, അടുത്തിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഞാൻ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ലൗഡായിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിലപ്പം കേൾക്കാറുണ്ടല്ലോ അല്ലേ, അടുത്തിരിക്കുന്ന ആൾ പറയുമ്പോൾ കുറച്ച് ഒച്ച നമ്മൾ ചെവിയൊക്കെ അങ്ങനെ പൊത്തി പോകാറില്ലേ, അങ്ങനെ അടുത്തിരിക്കുന്ന സംസാരിക്കുന്ന ഒരാളുടെ വോളിയം ഓട്ടോമാറ്റിക്കലി ഡൗൺ ചെയ്യാനും ഇത് പറ്റും. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് അതുപോലെ മോണോ ആൻഡ് സ്റ്റീരിയോ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ വീഡിയോ നമുക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരു മാഷ്, ഇപ്പോൾ അയാളോട് ഇടത് ഭാഗത്തിരിക്കുന്ന ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക. നമുക്കത് ഇടത് ഭാഗത്ത് നിന്നാണ് ചോദിച്ചത് എന്നൊരു ഫീല് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് സ്റ്റീരിയോ കണക്റ്റഡ് മൈക്കുകളായിരിക്കണം, സ്റ്റീരിയോ സിസ്റ്റമുള്ള മൈക്കുകളായിരിക്കണം. സാധാരണ വരുന്ന ഐഫോണിലും സാംസങ്ങിൻ്റെ അൾട്രാ സീരീസിലൊക്കെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു മൈക്ക് ഉണ്ടല്ലോ, നമുക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്നൊക്കെ സിനിമ കാണുമ്പോൾ ഒരു മൂലയിലുള്ള ഒരാൾ എന്തെങ്കിലും എടുത്ത് എറിയുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ വരാറില്ലേ, ഒരു ഓളം പോലെ, ആ ഒരു ഫീല് നമുക്ക് വരും. അതെല്ലാം നമുക്ക് നോർമൽ സൗണ്ട് മതിയെങ്കിൽ, എല്ലാവരുടെയും സൗണ്ട് ഒരുപോലെ നമുക്ക് കിട്ടിയാൽ മതിയെങ്കിൽ ഇത് നമ്മൾ മോണോയിലിട്ട് വെച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീരിയോയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആയി കിട്ടും. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക്കലി മോണോ സ്റ്റീരിയോ സെറ്റിങ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ മൈക്കിൻ്റെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്, പിന്നെ ഇതിൽ 2 ടൈപ്പ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഒന്ന് പിന്നെ നമ്മൾ ഇൻഡോറിൽ ചെയ്യുന്നത്, അതായത് വളരെ ലൈറ്റായിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോയ്സ് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാൻ വർക്ക് ചെയ്യുന്ന സൗണ്ട്, അതുപോലെ എന്തെങ്കിലും ചെറിയ ലൈറ്റുകളുടെ സൗണ്ട്, അതുപോലെ ഫ്രിഡ്ജൊക്കെ ഹമ്മ് ചെയ്യുമല്ലോ, അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള സൗണ്ടുകളുടെ വോയിസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്ഡോർ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വലിയ സൗണ്ടുകൾ, ഇപ്പോൾ നമ്മളൊരു പാർക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും വളരെ ലൗഡായിട്ട് കുട്ടികൾ ശബ്ദം ഉണ്ടാക്കി പറഞ്ഞ് കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള സൗണ്ടുകൾ, ലൗഡായിട്ടുള്ള സൗണ്ടുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ 2 ടൈപ്പ് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് മാക്സിമം ഇത് നമ്മളിപ്പോൾ വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യാതെ നമ്മൾ നിൽക്കുകയാണ്, ബ്ലൂടൂത്ത് ഒന്നും കണക്ട് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഇത് ഓണായിട്ട് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും.
പിന്നെ അതുമല്ല നമ്മൾ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണക്ട് ചെയ്തതാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബട്ടൺ ഈ പവർ ബട്ടൺ ഓൺ ആണെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യും കണക്ട് ചെയ്യും, ഓൾറെഡി മൊബൈലിൽ കണക്റ്റ് ആവും. അതും വലിയൊരു ഗുണം തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് സമയം നമ്മളിത് കണക്ട് ചെയ്യാതിരുന്നാൽ, അതായത് ഈ ഒരു സംഗതി മൊബൈലായിട്ട് കണക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വിത്തിൻ 2-3 മിനിറ്റിനുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കലി സൈലൻറ്റ് മോഡിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ലൈറ്റ് പവർ ഓൺ ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ മറ്റ് ഫങ്ഷൻസ് ഒന്നും നടക്കില്ല. അത് പിന്നെ നമ്മൾ ലൗഡ് വരുന്ന സമയത്ത് മാത്രമാണ് ഇത് ഒന്നുകൂടി വെയ്ക്കാവുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കുഞ്ഞൻ മൈക്കാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. പക്ഷേ ഇത് ചില ഫോണുകളിൽ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് വളരെ വൈഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഐഫോണിലാണെങ്കിൽ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ വേണം. ഓക്കെ, ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ഉണ്ട്, അത് വേണം. അത് ഈ 2 മൈക്കൊക്കെ വാങ്ങിച്ചവർക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ്, ഐഫോണിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, കണക്ട് ചെയ്താൽ തന്നെ ഇത് വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പക്ഷേ നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോ വാട്സപ്പുകളിൽ വോയിസ് അയക്കുന്നതിനോ ഗ്രൂപ്പ് മ്യൂസിലൊക്കെ സോങ് പാടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. വളരെ ഈസി ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് സിംഗിളായിട്ട് വാങ്ങിച്ചവരാണെങ്കിൽ അഡാപ്റ്റർ കൂടി ഉണ്ടെങ്കിൽ ഐഫോണിലെ നോർമൽ ക്യാമറയിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ക്യാമറ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.